ഗായത്രി നൽകിയ കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഭൂമി കിടന്ന റൂമിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടത്. ധൃതിയിൽ കോഫിയുമൊക്കെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കാർത്തി ആ റൂം ലക്ഷ്യമാക്കി ഓടി. അവന് പിന്നാലെ ദേവും. അടുക്കളയിൽ നിൽക്കുമായിരുന്ന ഗായത്രിയും അവിടേക്ക് വന്നു. കയ്യിൽ കുത്തിയിട്ടിരിക്കുന്ന ക്യാനുലയെല്ലാം വലിച്ചെറിഞ്ഞ് റൂമിൻ്റെ ഒരു മൂലയിൽ കൂനിക്കൂടിയിരിക്കുകയാണ് ഭൂമി. ഇരു കൈകളും കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ച് ഉച്ചത്തിൽ അലർന്നുണ്ടവൾ. കാർത്തി അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നതും മാറിപ്പോകും, അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് അവൾ ഉച്ചത്തിൽ അലറി. ഭദ്ര മോളെ, ഇത് ഞാനാ, നിന്റെ കണ്ണേട്ടൻ. വേണ്ട വേണ്ട, ആരും വരണ്ട, പോ, എൻ്റെ അടുത്തുനിന്ന് പോ, എനിക്ക് പേടിയാ. അവളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനായി ഉയർന്ന കാർത്തിയുടെ കൈകൾ മെല്ലെ താഴ്ന്നു. അപ്പോഴേക്കും ഗായത്രി ഓടി റൂമിലേക്ക് കയറിയിരുന്നു. മോളെ ഭൂമി, ഇത് ഞാനാ, ചേച്ചിയാ. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് ഗായത്രിക്ക് തോന്നിയത്. കാർത്തിക് സർ, കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കാമോ? ഭൂമി ആകെ പേടിച്ചിരിക്കുകയാണ്. ഭൂമി അപ്പോഴും മുറിയുടെ മൂലയിൽ കൈ രണ്ടും കൊണ്ട് ചെവി പൊത്തി കുനിഞ്ഞിരിക്കുകയാണ്. അവളെ ഒന്ന് നോക്കി മനസ്സില്ലാ മനസ്സോടെ കാർത്തി പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഗായത്രി ഭൂമിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ നിർബന്ധിച്ച് ഭൂമിയെ ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഭൂമി, ഗായത്രി മെല്ലെ വിളിച്ചു. ഒരു മൂളൽ മാത്രമാണ് ഭൂമിയിൽ നിന്നും ഗായത്രിക്ക് ലഭിച്ച മറുപടി. എന്ത് തോന്നുന്നിപ്പോൾ? ഭൂമി ഓക്കെയാണോ? ഗായത്രി അത് ചോദിച്ചപ്പോൾ നിറക്കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി ഭൂമി. എനിക്ക് പേടിയാ, അവർ വീണ്ടും വരുമോ? ഇനിയും എന്നെ? ഭൂമി അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആശങ്കകളെല്ലാം കൂടി തുറന്നു വിട്ടു. ഇപ്പോൾ വന്നത് ആരാണെന്നറിയാമോ? ഗായത്രി ചോദിച്ചപ്പോൾ ഭൂമി കാര്യം മനസ്സിലാകാത്ത പോലെ ഗായത്രിയെ നോക്കി. ഭൂമി കുറച്ചു നേരം കിടന്നോളൂ, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയാകും. അതും പറഞ്ഞുകൊണ്ട് ഗായത്രി ഭൂമിയെ നിർബന്ധിച്ച് കട്ടിലേക്ക് കിടത്തി. അതിനുശേഷം സിറിഞ്ചിൽ എന്തോ മടിന്നെടുത്തു പതിയെ അത് ഭൂമിയുടെ കൈത്തണ്ടയിൽ തെളിഞ്ഞ് കണ്ട നീല ഞരമ്പിലേക്ക് കുത്തിയിറക്കി. ആദ്യം വേദന കൊണ്ട് ഒന്ന് കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെ പതിയെ ഭൂമിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. പിന്നെയും ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഭൂമി ഉണർന്നത്. അപ്പോൾ അവൾ കുറച്ചുകൂടി ഉന്മേഷവതിയായിരുന്നു. ആദ്യം തന്നെ ഗായത്രി ആയിരുന്നു റൂമിലേക്ക് പോയത്. പെട്ടെന്ന് ഗായത്രിയെ അടുത്ത് കണ്ടതും മങ്ങിയ ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഭൂമി. എന്നെ മനസ്സിലായോ? ഗായത്രിയുടെ ചോദ്യത്തിന് മറ്റൊരു മറുചോദ്യമായിരുന്നു മറുപടി. ഇത് ഹോസ്പിറ്റലാണോ? ഏയ് അല്ല, ഇതെൻ്റെ വീടാണ്. എൻ്റെ പേര് ഗായത്രി എന്നാ. കാർത്തിക് സർ? മടിച്ചൊടുവിൽ ഭൂമി കാർത്തികിനെ തിരക്കി. ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം കാർത്തിക് സാറിനെ. അതും പറഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടെ ഗായത്രി മുറിക്ക് പുറത്തേക്ക് പോയി. കാർത്തി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുവാണ് ലിവിങ് റൂമിൽ. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വന്നത്. ഭൂമി ഉണർന്നു, സാറിനെ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗായത്രിയുടെ നാവിൽ നിന്നത് കേട്ടതും കാർത്തി ധൃതിയിൽ ഭൂമി കിടക്കുന്ന മുറിയിലേക്ക് ഓടി. ഞൊടിയിടയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓടിച്ചെന്ന് അവൾക്കരികിലേക്കിരുന്നു. കട്ടിൽപ്പടിയിൽ ചാരിയിരുന്നവളുടെ തല പിടിച്ച് നെഞ്ചോരം ചേർത്തതും അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊഴുക്കി അവളുടെ നെറുകയിൽ വീണു. സാറ് കരയാ? ഭൂമി അവൻ്റെ നെഞ്ചിൽ നിന്നും ധൃതിപ്പെട്ട് മുഖം അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതെ. കാർത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ആരായിരുന്നു അത്? ഒട്ടൊരു നേരത്തെ മൗനത്തിന് ശേഷം ഭൂമി അത് ചോദിച്ചത്. കാർത്തി വീണ്ടും മതിയാകാത്ത പോലെ അവളുടെ മുഖം നെഞ്ചിലേക്ക് അമർത്തി. ഇപ്പോഴാണ് അവന് ആശ്വാസം തോന്നിയത്. പേടിച്ചു പോയിരുന്നോ? പതുങ്ങിയ ശബ്ദത്തിൽ കാർത്തി ചോദിച്ചു. എനിക്കറിയായിരുന്നു സാറ് വരുമെന്ന്. ഭൂമിയുടെ വായിൽ നിന്നത് കേട്ടതും കാർത്തി ഭൂമിയെ തൻ്റെ നെഞ്ചോ ചേർത്തു. കാറ്റിന് പോലും കടക്കാനൊരിടം കൊടുക്കാതെ അത്രയും ഗാഢമായി അവൻ അവളെ പുണർന്നു. ആരായിരുന്നു അവർ? ഭൂമി വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. എനിക്കറിയില്ല ഭദ്ര അവരാരാണെന്ന്, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. ഉറപ്പുള്ള കാര്യം.
വാക്കുകളായിരുന്നു അത്. അവർ ഇടയ്ക്ക് അനു മാഡം എന്നൊരു പേര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ബോധം നഷ്ടമായത്. ഭൂമി ആ പറഞ്ഞതിന് കാർത്തി ഒന്ന് അമർത്തി മൂളി. അനുമിസാണോ അത്? ഭൂമി വീണ്ടും ചോദിച്ചു. എനിക്ക് ചെറിയ സംശയമുണ്ട് അത് അനുപമയാണോ എന്ന്, കാർത്തി പറഞ്ഞു. എങ്കിലെനിക്ക് ഉറപ്പാണ് അത് അനുപമ തന്നെയാണ്. ഞാൻ വ്യക്തമായി കേട്ടതാണ് അവരുടെ ശബ്ദം. വല്ലാത്തൊരു ഉറപ്പോടെ ഭൂമി അത് പറയുമ്പോൾ കാർത്തി നോക്കിയതത്രയും ഭൂമിയുടെ മുഖത്തേക്കാണ്. സർവം സമയായ ഭൂമിയിൽ നിന്ന് സംഹാരരുദ്രയായ ഭൂമിയിലേക്കുള്ള മാറ്റം. ഇനിയൊരാളോടും അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഭൂമി തീർത്തു പറഞ്ഞു. അവൾക്ക് ഒരു ഉറപ്പ് പോലെ കാർത്തി അവളുടെ കയ്യിലേക്ക് വിരലുകൾ അമർത്തി. ഡ്രിപ്പ് തീരാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളത് കൊണ്ട് ഭൂമി കുറച്ചു നേരം കൂടി ആ ബെഡിൽ തന്നെ ചിലവഴിച്ചു. കാർത്തിക് ആ സമയം പുറത്തേക്കിറങ്ങി ദേവിൻ്റെ അടുത്തേക്ക് വന്നു. ഭൂമി ഭൂമി എന്തു പറഞ്ഞു കാർത്തി? അവൾ ഓക്കെ അല്ലേ? ഞാൻ പേടിച്ചതുപോലെ ഒന്നുമല്ല ദേവ്. ഭൂമി പാടെ തകർന്നു പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് ഇപ്പോൾ ഞാൻ അവളിൽ കണ്ടത്. ഭൂമിക്ക് ഉറപ്പാണ് അത് അനുപമയാണെന്ന്. അവൾ അനുപമയുടെ ശബ്ദം വ്യക്തമായി കേട്ടിരുന്നുവെന്ന്. കാർത്തി പറഞ്ഞു നിർത്തി. വെറുതെ വിടരുത് അവളെ. അത് പറയുമ്പോൾ ദേവിൻ്റെ മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുക്കി. ആ സമയം ദേവിൻ്റെയും കാർത്തിയുടെയും മുഖത്ത് തെളിഞ്ഞ ഭാവം അതൊന്നായിരുന്നു. കാർത്തി ഭൂമിയോട് സംസാരിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങിയ സമയം തന്നെ ഗായത്രി മുറിയിലേക്ക് കയറിയിരുന്നു. ഭൂമിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾക്കും വീണ്ടും ചെറുതായി ഒരു മയക്കം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു മുറിയുടെ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി വന്നതാണ് ഗായത്രി. ഗായത്രി നേരെ നടന്ന് കാർത്തിക്കിൻ്റെ അടുത്തേക്ക് വന്നു. ഭൂമിക്ക് ചെറിയൊരു ഫീവറുണ്ട്. കുഴപ്പമില്ല, ആൾ നന്നായി ഒന്ന് പേടിച്ചതല്ലേ, അതിൻ്റെ ആവും. ഭൂമി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഓക്കെ, എനിക്ക് ഭൂമിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ ഇന്ന്? കൊണ്ടുപോകാം. മെഡിസിൻസ് മാത്രം ഒന്ന് പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. ഓക്കെ ഡോക്ടർ. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഭൂമി ഉണർന്നപ്പോൾ അവളുടെ മരുന്നുകളൊക്കെയായി. കാർത്തി അവളെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ തയ്യാറായി. കോളേജിൽ കിടക്കുന്ന കാർത്തിയുടെ കാറിൻ്റെ അടുത്ത് വരെ ദേവ് അവരെ കൊണ്ടാക്കാമെന്നും അവിടെ നിന്നും വണ്ടിയെടുത്തിട്ട് കാർത്തി ഭൂമിയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയിക്കോളാമെന്നുമാണ് പറഞ്ഞത്. ദേവിൻ്റെ കാറിൽ ഭൂമിയെ കയറ്റിയിരുത്തിയിട്ട് കാർത്തിക് നേരെ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിറഞ്ഞ കണ്ണുകളോടെ ഗായത്രിയെ നോക്കി കാർത്തി പറഞ്ഞു. നന്ദിയൊന്നും വേണ്ട സാർ, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണ്. മറ്റൊന്നും ചിന്തിക്കാതെ പേഴ്സിൽ നിന്നും ഒന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ കുറേ അധികം നോട്ടുകൾ ഗായത്രിക്ക് കൊടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾ ഒരു വിധത്തിലും അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. മേഡം, ദയവ് ചെയ്ത് നിങ്ങളിത് വാങ്ങണം. നിങ്ങളെനിക്ക് തിരികെ തന്നത് ഭാര്യയെ മാത്രമല്ല, എൻ്റെ പ്രാണൻ കൂടിയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് തന്നാലും മതിയാവില്ല. കാർത്തി അത് പറഞ്ഞപ്പോൾ ഗായത്രി പാളി നോക്കിയത് ദേവിനെയാണ്. അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ ആ സമയം ദേവിലേക്ക് നീണ്ടുവന്നതാണ് കൂടുതൽ ശരി. പൈസ വാങ്ങാൻ കൂട്ടാക്കാതെ തിരികെ പോകില്ല എന്നൊരു രീതിയിൽ കാർത്തി നിന്നപ്പോൾ അതിൽ നിന്ന് 500-ൻ്റെ ഒരു നോട്ട് മാത്രം ഗായത്രി കയ്യിലേക്കെടുത്തു. ഗായത്രിയോട് യാത്രയും പറഞ്ഞവർ പോകാനിറങ്ങി. ഭൂമിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ കോളേജിൽ പോയി കാറ് പിറ്റേ ദിവസം കാർത്തി പോയി എടുത്തോളാമെന്ന് പറഞ്ഞ് ദേവ് അവരെ നേരെ കാർത്തികിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇരുട്ട് മൂടിക്കിടക്കുന്ന ആ വീട്ടിൽ വെട്ടം തെളിയിച്ചുകൊണ്ടവർ ഇരുവരും അകത്തേക്ക് കയറി വന്നു. ദേവ് വരൂ. കാർത്തി ദേവിനെയും അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ ഒരു പുഞ്ചിരിയോടെ ദേവ് അത് നിരസിച്ചു. പിന്നീട് ഒരിക്കലാകാം കാർത്തി, വീട്ടിൽ അമ്മ തനിച്ചാണ്. ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു എന്നാണ് പറഞ്ഞത്. ആണോ? എങ്കിൽ പിന്നീടൊരിക്കൽ അമ്മയുമായി വരും. ഓക്കെ കാർത്തി. അതും പറഞ്ഞുകൊണ്ട് ദേവ് അവൻ്റെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അവരിരുവരും സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ ഭൂമി നേരെ റൂമിലേക്ക് പോയിരുന്നു. കാർത്തി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കായിരുന്നു. ഒരു പക്ഷേ ഭൂമി കുളിക്കാൻ കയറിയതാകുമെന്ന് അവനോർത്തു. ഭൂമിയുടെ മരുന്നുകളെല്ലാം സൈഡ് ടേബിളിലേക്ക് അടുക്കി അവൻ ഒരു നിശ്വാസത്തോടെ ബെഡിലേക്കിരുന്നു. എന്നാൽ അതേസമയം ഷവർ ഓൺ ചെയ്ത്
അതിന് താഴെ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു ഭൂമി. ഈശ്വരാനുഗ്രഹത്താൽ തനിക്കൊരു പോറൽ പോലും ഏറ്റില്ല. മറിച്ചായിരുന്നെങ്കിലോ? ആ ഓർമ്മയിൽ ഭൂമി പോലും വെട്ടിവിറച്ചു. ഒരു നിമിഷം അനുപമയെ ഇല്ലാതാക്കാൻ പാകത്തിന് അവളുടെ ഉള്ളിൽ ദേഷ്യം ഉടലെടുത്തു. ഭൂമി ഭൂമി കുളി കഴിഞ്ഞില്ലേ? ഡോറിൽ തട്ടിയുള്ള കാർത്തികിൻ്റെ വിളിയിലാണ് അവൾ വേഗം കുളിച്ചിറങ്ങി വന്നത്. വിളിച്ചോ? ഞാൻ കുളിക്കുമായിരുന്നു. കാർത്തി അവളെ സൂക്ഷിച്ചു നോക്കി. ചുവന്ന് കലങ്ങിക്കിടക്കുന്ന അവളുടെ കണ്ണുകൾ കാർത്തിയിലും നോവ് പടർത്തി. താൻ കരഞ്ഞോ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ ആ ചോദ്യം ചോദിക്കാതിരിക്കാനായില്ല. ഏയ് ഇല്ല, സാറിന് ചിലപ്പോൾ തോന്നിയതാവും, ഭൂമി പറഞ്ഞു. പിന്നീട് അവിടെ കൂടുതൽ ചിക്കിച്ചിക്കാൻ നിന്നില്ല കാർത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഭൂമി നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. നേർത്ത നൂലിഴ കീറി മഴ പെയ്യുന്നുണ്ട്. അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ആ മഴനൂലുകളെ കാണാൻ കഴിയൂ. ബാൽക്കണിയിലൂടെ റെയിലിങ്ങിൽ പിടിച്ച് അലസമായി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഭൂമി. അവളുടെ നോട്ടം മടിയിലേക്കാണെങ്കിലും മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ്. പെട്ടെന്നായിരുന്നു ഒരു കാറ് ഗേറ്റ് കടന്നു വരുന്നത് അവൾ കണ്ടത്. ഭൂമി നേരെ താഴേക്ക് നടന്നു. ഇടയ്ക്ക് അവൾ ബാത്റൂമിൻ്റെ ഭാഗത്തേക്കൊന്ന് പാളി നോക്കി. ഇല്ല, കാർത്തി ഇറങ്ങിയിട്ടില്ല. മറ്റൊന്നും ചിന്തിക്കാതെ ഭൂമി അവിടേക്ക് പോയി. തുടരും. ചെറിയ പാർട്ടാണ്. നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ലെങ്ത് കൂട്ടിത്തരാം കേട്ടോ. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.